നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, കോച്ചിങ്ങിന് പോവാതെ സെൽഫ് സ്റ്റഡി ചെയ്ത് പഠിക്കാൻ പറ്റും, കോച്ചിങ്ങിന് പോകുന്ന നിർബന്ധമാണ്, അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി സെൽഫ് സ്റ്റഡിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് പറയണം. അതായത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് സെൽഫ് സ്റ്റഡി. അപ്പം ഞാനൊരു പരിധിവരെ വിജയിപ്പിച്ച കാര്യമാണ്, എനിക്ക് ലിസ്റ്റിൽ കയറാൻ പറ്റി, ഒരു ജോലി ഇച്ചിരി വിദൂരത്താണെങ്കിലും അത് ഉറപ്പിച്ച് വെക്കാൻ പറ്റിയതെല്ലാം എൻ്റെ സെൽഫ് സ്റ്റഡി കൊണ്ടിട്ടാണ്. അപ്പം ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കോച്ചിങ്ങിന് പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇങ്ങനെ ലിസ്റ്റുകളിൽ വരാൻ തുടങ്ങിയത്, ഫോഴ്സ് ലിസ്റ്റിലൊക്കെ കോച്ചിങ് സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ പോലും ബാക്കിയുള്ള ലിസ്റ്റുകളിലൊക്കെ വരാൻ തുടങ്ങിയത് എൻ്റെ സെൽഫ് സ്റ്റഡി കൊണ്ടിട്ടാണ്. ഉറപ്പായിട്ടും കോച്ചിങ് സെൻറ്ററിൽ നിന്ന് എനിക്കൊരു ബേസ് കിട്ടിയിട്ടില്ലെന്ന് ഞാൻ പറയില്ല. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പിന്നീട് വളർത്തിക്കൊണ്ട് വന്നത് എൻ്റെ സെൽഫ് സ്റ്റഡിയിലൂടെയാണ്. അപ്പോൾ ആ ഒരു സെൽഫ് സ്റ്റഡി എങ്ങനെ എഫക്റ്റീവായുള്ള രീതിയിൽ നിങ്ങൾക്കും ഫോളോ ചെയ്യാൻ പറ്റും, എങ്ങനെ സെൽഫ് സ്റ്റഡി ചെയ്യാൻ പറ്റും PSC എക്സാമുകൾക്ക് വേണ്ടിയിട്ട്, ആ ഒരു കാര്യമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും ടെലഗ്രാം ചാനലിൽ, എൻ്റെ പുതിയ ടെലഗ്രാം ചാനൽ ആരതി അയാൻ, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിലും ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തും കൊടുത്തേക്കാം. ആ ഒരു ചാനലിൽ ഫെബ്രുവരി 5 മുതൽ മാർച്ച് 5 വരെ 10th ലെവൽ എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഡിസ്കഷൻ ആ ഒരു ചാനലിലല്ല, ഒരു പ്രൈവറ്റ് ചാനലിലായിരിക്കും. ഞാൻ ഒരു കോഴ്സായിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 200 രൂപ പെർ മന്താണ് കോഴ്സ് ഫീ വരുന്നത്. അപ്പോൾ ഫെബ്രുവരി 5-നാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് 2 ഡെമോ ക്ലാസ്സുകൾ, ഇപ്പം നിലവിൽ 2 ഡെമോ ക്ലാസ്സുകൾ ഞാൻ ആ ഒരു ചാനലിൽ ചെയ്തിട്ടിട്ടുണ്ട്. ലൈവ് ഡെമോ എടുത്തതാണ്, അതിൻ്റെ റെക്കോർഡ് ആ ഒരു ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഡെമോ ക്ലാസ് കണ്ടിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. ജോയിനിങ് ഡീറ്റെയിൽസ് ഒക്കെ ഇനി വഴിയേ ഞാൻ ചാനലിലൂടെ, ടെലഗ്രാം ചാനലിലൂടെ അറിയിക്കത്തേ ഉള്ളൂ. അപ്പം എല്ലാവരും ഡെമോ ക്ലാസ്സൊക്കെ കണ്ട് തീരുമാനം എടുക്കുക, ജോയിൻ ചെയ്യണോ വേണ്ടയോ എന്ന്. അപ്പം ഈ ഒരു ഫെബ്രുവരി 5 മുതൽ മാർച്ച് 5 വരെ 10th ലെവൽ PYQൻ്റെ ഡിസ്കഷൻ ആയിരിക്കും നടക്കുന്ന. അറിയാമല്ലോ, ഇനി 10th ലെവൽ മെയിൻസ് ആണ് വരാൻ പോകുന്നത്. സെക്രട്ടേറിയറ്റ് OA, ലാബ് അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ, പിന്നെ സ്റ്റോർ കീപ്പർ, അങ്ങനെ കുറേ 10th ലെവൽ മെയിൻസ്, എസ്പെഷ്യലി ലാബ് അസിസ്റ്റൻറ്റും സെക്രട്ടേറിയറ്റ് OA ആണ് കൂടുതൽ പേരും ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സാമിന് ഒരു 100% പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, വെറുതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസർ വൈസ് പഠിച്ചു പോവുകയല്ല നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ഡെമോ കണ്ടാൽ മനസ്സിലാവും. ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് ആ ഒരു മേഖലയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള, ഇപ്പോൾ SCRT പാഠഭാഗമാണെങ്കിൽ ആ ഒരു മേഖല മൊത്തവും കവർ ചെയ്യുന്ന രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത്. അതിനോടൊപ്പം non-GK പാർട്സും, ഇംഗ്ലീഷ്, മലയാളം, മാത്സും ഇതിനോടൊപ്പം ഉണ്ടാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും ആ ഒരു കോഴ്സിലൂടെ. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ആദ്യം ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക, ബാക്കി ഡീറ്റെയിൽസ് അവിടെയുണ്ട്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായിട്ടും കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ സെൽഫ് സ്റ്റഡി എങ്ങനെയാണ് സെൽഫ് സ്റ്റഡി ചെയ്യേണ്ടത് PSC എക്സാമുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാം. ഇപ്പം കല്യാണത്തിന് മുമ്പാണ് ഞാൻ കോച്ചിങ്ങിന് പോയിരുന്നത്. ഞാൻ നേരത്തെ വീഡിയോസിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കല്യാണശേഷം പിന്നെ കോവിഡ് ആ ഒരു ടൈമൊക്കെ ആയി. പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി. അപ്പം എനിക്ക് ആകപ്പാട് ഒരു ഓപ്ഷനേ ഉള്ളായിരുന്നു, സെൽഫ് സ്റ്റഡി എന്ന് പറയുന്നൊരു ഓപ്ഷൻ. അറിയാമല്ലോ, കുഞ്ഞിനെയും കൊണ്ട് നമുക്കങ്ങനെ കോച്ചിങ്ങിന് പോകാനുള്ളൊരു സാഹചര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ സെൽഫ് സ്റ്റഡിയാണ് ആ ഒരു സമയത്ത് പ്രിഫർ ചെയ്തത്. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് പഠിച്ചപ്പം ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. സെൽഫ് സ്റ്റഡി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സെൽഫ് സ്റ്റഡിക്ക് മുന്നിട്ടിറങ്ങുന്നവർ അവരുടെ ഒരു പ്രധാന ആവശ്യമായിട്ട് ജോലി കിട്ടുക എന്നുള്ളത് അവരുടെ ഒരു പ്രധാന ആവശ്യമായിരിക്കണം ആദ്യം. എങ്കിലേ സെൽഫ് സ്റ്റഡി നമ്മൾ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകത്തുള്ളൂ. അതായത് ഇവിടെ നമ്മളെ നിയന്ത്രിക്കാനോ കൺട്രോൾ ചെയ്യാനോ ഡയറക്റ്റ് ചെയ്യാനോ ആരുമില്ല. സെൽഫ് സ്റ്റഡി ആകുമ്പോഴത്തേക്ക് നമ്മളെ തന്നെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്, നമ്മളെ തന്നെയാണ് ഡയറക്റ്റ് ചെയ്യേണ്ടത്. എല്ലാം നമ്മുടെ മനസ്സാണ് അവിടെ വരുന്നത്. അതായത് നമ്മളൊരു കോച്ചിങ് സെൻറ്ററിൽ പോയി പഠിക്കുമ്പം അവിടെ സാറുമാരുണ്ട്, അല്ലെങ്കിൽ മോണിറ്റേഴ്സ് കാണും, കോർഡിനേറ്റേഴ്സ് കാണും, നമ്മളെ ഡയറക്റ്റ് ചെയ്യാനും. ഇന്നൊരു പോർഷൻ പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ പഠിച്ചുകൊണ്ട് ചെന്നിരിക്കണം, അതിൻ്റെ എക്സാം ഇടും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ കൺട്രോൾ നമുക്ക് കോച്ചിങ് സെൻറ്ററിൽ പോകുമ്പം കിട്ടും. പക്ഷേ വീട്ടിൽ ഇരുന്ന് പഠിക്കുമ്പോഴോ നമുക്ക് അങ്ങനെ ഒരു കൺട്രോൾ ഇല്ല. നമുക്ക് വേണമെങ്കിൽ പഠിച്ചാൽ മതി, പഠിച്ചാലും പഠിച്ചില്ലേലും നമ്മുടെ മനസാക്ഷിയോട് നമ്മൾ ഉത്തരം പറഞ്ഞാൽ മതി, ആ ഒരു രീതിയിൽ. അപ്പം ഏറ്റവും കൂടുതൽ ഉഴപ്പാൻ ചാൻസ് ഉള്ള ഒരു വിഭാഗക്കാരാണ് ഈ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ആൾക്കാർ. അതായത് ഞാനും ഒരുപാടൊക്കെ ഉഴപ്പിയിട്ടുണ്ട്. പക്ഷേ കാരണങ്ങൾ നമുക്ക് പഠിക്കാതിരിക്കാനായിട്ട് ഒരുപാട് കാരണങ്ങൾ കിട്ടും. പക്ഷെ പഠിക്കാനുള്ള ഒറ്റ കാരണമേ ഉള്ളൂ, ജീവിതത്തിൽ വിജയം നേടുക.
പക്ഷെ നമ്മൾ കൂടുതൽ പേരും പഠിക്കാതിരിക്കാൻ കിട്ടുന്ന കാരണങ്ങളിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഇന്നിങ്ങനെ ആയതുകൊണ്ട് പഠിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് നാളെ പഠിക്കാം, നാളെ തൊട്ട് പഠിക്കാം, നാളെ നീളെ അതൊരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ നാളത്തേക്ക് നീക്കി വെച്ചാൽ അതങ്ങ് നീളെ പൊയ്ക്കോളും. അത് സത്യമായിട്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് ചെയ്യുക. നമ്മുടെ സാഹചര്യങ്ങൾ, പ്രതികൂലമായ സാഹചര്യങ്ങളെ നമ്മൾ അനുകൂലമാക്കി എടുക്കുക. അവിടെയാണ് നമ്മൾ ജീവിത വിജയം ഇരിക്കുന്നത്. ഇപ്പം എൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ, ഞാൻ എൻ്റെ കാര്യം നമുക്ക് നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് മുൻനിർത്തി സംസാരിക്കുന്നതാണ് കൂടുതൽ കംഫർട്ടബിൾ. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇപ്പം എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുഞ്ഞിനെ നോക്കി വീട്ടുജോലിയും നോക്കി പഠിക്കുക എന്ന് പറയുന്നത് ഒട്ടും സുഖകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. ഈ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്ന എല്ലാ സ്ത്രീകൾക്കും അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്ന എല്ലാ പുരുഷന്മാർക്കും അത് ആ ഒരു കാര്യം മനസ്സിലാവും അല്ലേ. അതായത് നമ്മുടെ ആ സാഹചര്യം നമുക്ക് പ്രതികൂലമാണ്. നമുക്ക് വേണമെങ്കിൽ പഠിക്കാതിരിക്കാനായിട്ട് നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ പഠിക്കണം എന്നുള്ളൊരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ഒരു ഉറപ്പ് നമ്മുടെ മനസ്സിലുള്ളിടത്തോളം കാലം ആ കാരണങ്ങളൊക്കെ വെറും കാരണങ്ങൾ മാത്രമാണ്. അതായത് നമുക്ക് ആ കാരണങ്ങളെയൊക്കെ അതിജീവിക്കാൻ പറ്റണം. ഇന്ന് നമ്മൾ ഇത്ര ഒരു പോർഷൻ പഠിക്കാന്ന് വെച്ചാൽ ഇന്ന് തന്നെ അത് പഠിച്ചിരിക്കണം. ആ ഒരു ഉറപ്പ് മനസ്സിൽ കൊടുക്കുന്നവരെ സെൽഫ് സ്റ്റഡിക്ക് മുന്നിട്ട് ഇറങ്ങാവൂ എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം മനസ്സിൻ്റെ ഉറപ്പാണ് ആദ്യം സെൽഫ് സ്റ്റഡിക്ക് ഇറങ്ങേണ്ടവർക്ക് വേണ്ടത്. അപ്പം സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർ ആദ്യം തന്നെ ഇന്ന ദിവസം എന്തൊക്കെയാണ് പഠിക്കുന്നതെന്ന് പ്ലാൻ ചെയ്തിട്ടേ പഠിക്കാൻ തുടങ്ങാവൂ. അല്ലാതെ ഒരു ലക്ഷ്യവുമില്ലാതെ ഒരു അന്തവും കുന്തവും ഇല്ലാതെ പോകുന്ന രീതി സെൽഫ് സ്റ്റഡിക്കാർക്ക് ഒരിക്കലും എഫക്റ്റീവ് ആയിരിക്കത്തില്ല. ഒരു ദിവസം എടുത്താൽ ഇന്ന ദിവസം ഞാൻ ഇത്രയും പഠിക്കുമെന്നുള്ളൊരു ധാരണ അവർക്ക് ആദ്യമേ വേണം. ആ ഒരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ പഠിത്തത്തിലോട്ട് കടക്കാവൂ. അന്നത്തെ ദിവസം രാത്രി ആകുമ്പോഴത്തേക്ക് ചിലപ്പം എല്ലാം അങ്ങോട്ട് കവർ ചെയ്യാൻ പറ്റണമെന്നില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാം, നമ്മൾ പഠിച്ചു തുടങ്ങുന്ന ടൈമിൽ ആദ്യം തന്നെ കുറേ പോർഷൻസ് വാരി വലിച്ചിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കാനായിട്ട് തുടങ്ങരുത്. കാരണം നമ്മൾ ചിലപ്പം പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. നമുക്കിത് കണക്കുള്ള ഇപ്പം അമ്മമാരൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം, വീട്ടുകാര്യം നോക്കണം. ഇപ്പം ആണുങ്ങൾ ജോലിക്ക് പോകുന്ന പുരുഷന്മാരാണെങ്കിൽ അവർക്ക് ജോലിക്ക് പോയിട്ട് വന്നുള്ള കുറച്ച് സമയമേ കിട്ടത്തുള്ളൂ. അപ്പോൾ അവരവരുടെ ടൈമും പഠിക്കാനുള്ള ഗ്രാസ്പിംഗ് ലെവലും ഒക്കെ കൺസിഡർ ചെയ്ത് വേണം ഒരു ദിവസം പഠിക്കാനുള്ള പോർഷൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു വശമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പോർഷൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് അന്ന് രാത്രി ആകുമ്പോഴത്തെ നമ്മൾ എടുത്ത് നോക്കുമ്പം നമ്മളിപ്പോൾ ഒരു 5 ടോപ്പിക് എടുത്ത് വെച്ചു പഠിക്കാനായിട്ട്. 5 ടോപ്പിക്ക് നമ്മൾ ടൈം ടേബിൾ ഇട്ടു, അത് പ്ലാൻ ചെയ്തു അന്ന് പഠിക്കാനായിട്ട്. നമുക്കൊരു 3-2 ടോപ്പിക്ക് പെൻഡിങ് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളെ നെഗറ്റീവ് അടിക്കും. അത് കാരണം അയ്യോ എനിക്ക് ഇത്രയും ടോപ്പിക്ക് ഇന്ന് പഠിക്കാൻ പറ്റിയില്ല, എന്നെക്കൊണ്ട് ഇത് നടക്കത്തില്ല എന്നുള്ളൊരു ചിന്ത ആദ്യമേ വരും. അപ്പോൾ ആദ്യമേ നമ്മൾ കുറേശ്ശേന്ന് തുടങ്ങുക, കുറേശ്ശെ അതായത് നമുക്ക് ആ ഒരു ദിവസം ആ പ്ലാൻ ചെയ്ത കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാനുള്ള ആത്മസംതൃപ്തി വേറെ ലെവലാണ്. അപ്പോൾ ആ ഒരു ആത്മസംതൃപ്തിയിൽ നിന്ന് തന്നെ എല്ലാവരും തുടങ്ങുക. അത് തന്നെ വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും, ഒരു സെൽഫ് മോട്ടിവേഷൻ ആയിരിക്കും. ഞാൻ ഇന്ന് പ്ലാൻ ചെയ്ത കാര്യം എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി, ആ ഒരു സെൽഫ് മോട്ടിവേഷൻ എല്ലാവർക്കും കിട്ടും. അപ്പോൾ ആ ഒരു മോട്ടിവേഷനിൽ കൂടി തന്നെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യാം. അല്ലാതെ ആദ്യമേ തന്നെ ഒരുപാട് ടോപ്പിക്ക് ഇട്ട് അത് പെൻഡിങ് വരുത്തി അതിൽ നിന്നും ആത്മവിശ്വാസം പോയി അങ്ങനെ ആവരുത്. എല്ലാവരും അവരവർക്ക് പറ്റുന്ന അവരുടെ ടൈം അവൈലബിലിറ്റി വെച്ചിട്ടും ഗ്രാസ്പിംഗ് ലെവൽ വെച്ചിട്ടുമുള്ള ഒരു കുഞ്ഞു ടൈം ടേബിളിലൂടെ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ പതിയെ എക്സാം എടുക്കും തോറും നമുക്കങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എക്സാം എടുക്കും തോറും നിങ്ങളുടെ ആ ഒരു പഠിത്തത്തിൻ്റെ ലെവൽ കൂട്ടി കൊണ്ടുവരിക. അപ്പം എല്ലാവരും കുറേശ്ശെ അങ്ങനെ ചെയ്ത് ശീലിക്കുക. എല്ലാവർക്കും പറ്റുന്നതാണ്. ആദ്യമേ കുറേ ടോപ്പിക് ഇടും, പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വരും, പിന്നെ ഡീമോട്ടിവേറ്റഡ് ആവും, പഠിത്തം നിർത്തും, അങ്ങനെയൊക്കെ ആവും. അപ്പോൾ അങ്ങനെയൊന്നും വരാതെ നമ്മൾ ആദ്യമേ കുറേശ്ശേന്ന് തുടങ്ങുക, അതിൽ നിന്ന് മോട്ടിവേഷൻ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക. അപ്പം എല്ലാവർക്കും അറിയാം ഇപ്പോൾ കുറേ ലെവൽ എക്സാമുകൾ ഒരുമിച്ച് വരുന്നുണ്ട്. 10th ലെവല്, ഡിഗ്രി ലെവല്, +2 ലെവല്. അപ്പോൾ എല്ലാവരും എല്ലാത്തിനും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരും കാണും, ഏതെങ്കിലും ഒരു ലെവൽ എക്സാം ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നവരും കാണും. അപ്പം ചിലപ്പോൾ എല്ലാ ലെവലും എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഭയങ്കര മെൻ്റൽ പ്രഷർ ആയിരിക്കും. ഇത് കൂടുതൽ നോക്കിയാൽ അത് കയ്യിൽ നിന്ന് പോവോ, അത് കൂടുതൽ നോക്കിയാൽ ഇത് കയ്യിൽ നിന്ന് പോവോ എന്നൊക്കെയുള്ള ടെൻഷനായിരിക്കും. അപ്പം അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, നമുക്ക് എല്ലാത്തിൻ്റെയും സിലബസ് അവൈലബിൾ ആണ്. സിലബസ് എടുത്ത് വെച്ചിട്ട് അതിൽ കുറേ കോമൺ ടോപ്പിക്കുകളുണ്ട്. എല്ലാ സിലബസിലും കോമൺ ആയിട്ടുള്ള കുറേ ടോപ്പിക്കുകളുണ്ട്. ഹിസ്റ്ററി, ജോഗ്രഫി, അങ്ങനെയുള്ള കുറേ സയൻസ്, പിന്നെ മലയാളം, ഇംഗ്ലീഷ്,
മാത്സ്, ഇതെല്ലാം കോമൺ ആണ് എല്ലാ സിലബസുകളിലും. ഒരേ ടോപ്പിക്കുകളാണ് പഠിക്കാനുള്ളത്. പിന്നെ എക്സാമിൻ്റെ നമ്മുടെ പോസ്റ്റിൻ്റെ അല്ലെങ്കിൽ എക്സാമിൻ്റെ ഡിഫിക്കൽറ്റി ലെവൽ അനുസരിച്ചോ അല്ലാത്ത ക്വസ്റ്റ്യൻ്റെ ആ ഒരു ലെവൽ കൂടി കുറഞ്ഞും ഇരിക്കും, അത്രയേ ഉള്ളൂ. ടോപ്പിക്കുകളൊക്കെ സെയിം തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു ടോപ്പിക് എടുത്ത് വെക്കുമ്പോൾ അതിൻ്റെ ബേസ് ലെവൽ ക്വസ്റ്റ്യൻ മാത്രം പഠിക്കരുത്. ആ ഒരു ബേസ് ലെവൽ തൊട്ട് അഡ്വാൻസ് ലെവൽ വരെ പോകണം. ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ കാര്യം പറഞ്ഞാൽ റിപ്പോർട്ടഡ് സ്പീച്ച് എടുത്ത് വെച്ചിട്ട് റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ബേസ് ക്വസ്റ്റ്യൻ മാത്രം ചെയ്ത് പഠിക്കുകയല്ല ചെയ്യേണ്ടത്. അതിൻ്റെ അഡ്വാൻസ് ലെവൽ വരെ PSC ചോദിച്ചിട്ടുള്ള അഡ്വാൻസ് ലെവൽ വരെ പോകണം. ആ ഒരു ലെവൽ വേണം പഠിക്കേണ്ടത്. അപ്പോൾ നമുക്കത് എല്ലാ എക്സാമിനും വേണ്ടി കവർ ചെയ്യാനും പറ്റും. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ നോക്കുന്നവർ ഇങ്ങനെ കോമൺ ടോപ്പിക്കുകളൊക്കെ ആദ്യമേ കവർ ചെയ്ത് മാറ്റുക. എന്നിട്ട് സ്പെഷ്യൽ ഏരിയകളുണ്ടല്ലോ. ഇപ്പം സെക്രട്ടറി അസിസ്റ്റൻ്റ് എക്സാമിനാണെങ്കിൽ അതിൻ്റെ മെയിൻ എക്സാമിന് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഒരു പേപ്പറുണ്ട്, 100 മാർക്കിൻ്റെ ഒരു പേപ്പറുണ്ട്. ഫോഴ്സുകളുടെ +2 ലെവൽ ഫോഴ്സുകളുടെ എക്സാം ആണെങ്കിൽ അവർക്ക് സ്പെഷ്യൽ ടോപ്പിക്കുകളുണ്ട്. ആക്റ്റുകൾ, ഇതൊക്കെ ശിക്ഷകൾ, അതൊക്കെ പഠിക്കാനുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകളുണ്ട്. 10th ലെവൽ ഇപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പോലുള്ള പരീക്ഷകൾക്ക് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. പിന്നെ ബാക്കി 10th ലെവൽ മെയിൻസ് എക്സാമിൻ്റെയൊക്കെ ഒരേ സിലബസ് ഒക്കെ തന്നെയാണ്. അപ്പം അങ്ങനെ സ്പെഷ്യലായിട്ട് വരുന്ന ടോപ്പിക്കുകളൊക്കെ ഇപ്പോൾ 10th ലെവൽ എക്സാമിന് സുപ്രധാന നിയമങ്ങൾ, കേരള ഗവേണൻസ്, ഭരണ സംവിധാനം, ഇതൊക്കെ സ്പെഷ്യലായിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ടൊന്ന് ഫോക്കസ് കൊടുത്ത് പഠിക്കുക. അങ്ങനെ നമ്മൾ എല്ലാ ലെവലിലും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ ഈ രീതിയിലൊക്കെ ഒന്ന് പഠിച്ചാൽ അത് എഫക്റ്റീവ് ആവും, സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ചും. പിന്നെ സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ കുറേ പേരും ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു മേഖലയാണ് നോൺ GK പോർഷൻസ്. മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, പിന്നെ കറണ്ട് അഫയേഴ്സ്. ഈ ഒരു ഇത്രയും പോർഷൻസ് തറൗലി ദിവസവും പ്രാക്ടീസ് ചെയ്ത് പോയിരിക്കണം. സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർ തറൗലി ഇത് പ്രാക്ടീസ് ചെയ്ത് പോയിരിക്കണം. മലയാളത്തിനും ഇംഗ്ലീഷിനും മാത്സിനും നമ്മുടെ പരീക്ഷയിൽ നമ്മുടെ സ്കോർ ഉയർത്തുന്നതിന് വളരെ വലിയ പങ്കാണുള്ളത്. അതുപോലെ കറണ്ട് അഫയേഴ്സ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോവുക. ലാസ്റ്റ് എക്സാം സമയത്ത് നിങ്ങൾക്ക് വലിയൊരു അസറ്റ് ആയിരിക്കും അത്രയും അപ്ഡേഷൻ. അതായത് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഏതോ ഒരു കോണിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫീഡായിക്കൊണ്ടിരിക്കുക, നമ്മുടെ തലയിൽ ഇതൊക്കെ ഫീഡ് ആവുന്നുണ്ട്. അപ്പം ലാസ്റ്റ് ആ എക്സാം സമയത്ത് നിങ്ങൾക്ക് ആ ഒരു എല്ലാ ക്വസ്റ്റ്യനും കൂടെ, അതായത് നമ്മൾ എന്തായാലും റിവിഷന് വേണ്ടിയിട്ട് എടുക്കും കറണ്ട് അഫയേഴ്സ് ഒക്കെ എക്സാം ടൈം ആകുമ്പോഴത്തേക്ക്. ഈ ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ള നമുക്ക് ഒറ്റ റീഡിങ് മതി നമ്മുടെ മൈൻഡിലോട്ട് പെട്ടെന്ന് കയറാനായിട്ട്. അപ്പം റിവിഷന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫയേഴ്സ് ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് പോകും. അല്ലാതെ എക്സാം ടൈമിൽ ഈ കറണ്ട് അഫയേഴ്സ് എല്ലാം പുതുതായിട്ട് ഒരുമിച്ച് ആദ്യമായിട്ട് കാണുമ്പോൾ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി, എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ ഞാൻ കുറേ ബുക്സൊക്കെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ബുക്കൊക്കെ നേരത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ടൈമിൽ നമ്മളിങ്ങനെ ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് പോയിട്ട് ആ എക്സാം ടൈമിൽ അങ്ങനെ ഒരു ബുക്കും കൂടെ എടുത്ത് വെച്ച് വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സിൽ ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. കറണ്ട് അഫയേഴ്സ് നമ്മൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞാൽ നമ്മുടെ എക്സാം സമയത്ത് കോൺഫിഡൻസ് വേണമെങ്കിൽ നമുക്ക് കറണ്ട് അഫയേഴ്സ് അത്യാവശ്യം അറിഞ്ഞിരിക്കണം. അതുപോലെ നോൺ GK പാർട്ട് അത്യാവശ്യം അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ ആ എക്സാം അപ്പിയർ ചെയ്യാൻ പോകുന്ന എക്സാമിലെ ഒരു മെയിൻ പാർട്ടുകളുണ്ടല്ലോ അതൊക്കെ കുറേയൊക്കെ പഠിച്ചിരിക്കണം. പിന്നെ അതിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറച്ച് പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഇത്രയും ഉണ്ടെങ്കിലൊക്കെ നമുക്ക് കോൺഫിഡൻസോട് കൂടി ആ ഒരു എക്സാമിന് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർ നോൺ ജി കെ പാർട്ട് നിങ്ങളുടെ ഡെയിലി സ്റ്റഡി റൂട്ടീനിൽ കൊണ്ടുവരിക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ നമുക്ക് നമ്മുടെ എക്സാമിലെ സ്കോർ ഉയർത്താൻ പറ്റത്തുള്ളൂ. ഓക്കെ. പിന്നെ സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റുകളൊക്കെ തരുന്ന ടെലഗ്രാം ചാനൽസ് ഉണ്ട്, യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ തരുന്ന ബുക്സൊക്കെ ഉണ്ട്, ബുക്കുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ബുക്കൊക്കെ ചൂസ് ചെയ്ത്, ബുക്കോ ടെലഗ്രാമോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചൂസ് ചെയ്ത് നമ്മുടെ PSCയുടെ അതേ ടൈം സെറ്റ് വെച്ചിട്ട് 1.25 മണിക്കൂർ അലാറം വെച്ചിട്ട് നമുക്ക് എത്രയൊക്കെ നമ്മൾ നോക്കിയാലും നമുക്ക് ആ എക്സാം ഹോളിലെ മൈൻഡ് സെറ്റ് വീട്ടിൽ ഇത് ചെയ്യുമ്പോൾ കിട്ടത്തില്ല. എന്നാലും ആ ഒരു മൈൻഡ് സെറ്റൊക്കെ ആർട്ടിഫിഷ്യലിയൊക്കെ ഉണ്ടാക്കിയെടുത്ത് ആ ഒരു രീതിയിൽ എക്സാം പ്രാക്ടീസ് ചെയ്യുക. എക്സാം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ പറയാം, ഒരുവിധം നമ്മൾ പഠിച്ച് ഒരു പകുതിയെങ്കിലും എത്തിയിട്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ ആദ്യമേ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മളെ കോൺഫിഡൻസ് താഴോട്ട് വരും, നമുക്ക് മാർക്ക് കാണത്തില്ല. അപ്പോൾ ഏകദേശം ഒരു പഠിച്ചൊരു ലെവൽ എത്തിയെന്ന് തോന്നുമ്പോഴേ മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാവോ, അല്ലെങ്കിൽ അത് നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ ടെലഗ്രാമിൻ്റെ കോഴ്സിൻ്റെ കാര്യം പറഞ്ഞു, 10th ലെവലിൻ്റെയൊക്കെ ഞാൻ ആ ഒരു കോഴ്സിലൂടെ നോക്കുന്നുണ്ട്. അപ്പം പ്രീവിയസ് അല്ലാത്തവരും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പം അല്ലെങ്കിൽ അത് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് വേറെ തന്നെയാണ്.
PSC കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കാലാകാലങ്ങളായിട്ട്. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ വന്ന മേഖല പഠിക്കുമ്പോൾ തന്നെ PSC അവിടുന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള വേറെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർ ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം. അപ്പം ഏകദേശമൊക്കെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഏതെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പറയാം. അപ്പോൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അവർ തന്നെയാണ് അവരുടെ കൺട്രോളറും അവർ തന്നെയാണ് അവരുടെ ഡയറക്ടറും. കൺട്രോൾ ചെയ്യേണ്ടതും ഡയറക്റ്റ് ചെയ്യേണ്ടതും എല്ലാം അവർ തന്നെയാണ്, അവരുടെ മൈൻഡാണ്. അപ്പോൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വളരെ ഉഷാറോടുകൂടി പഠിക്കുക. പരീക്ഷകളൊക്കെ വരാറായി. എല്ലാവരും അവരുടെ പഠിത്തത്തിൻ്റെ ലെവലൊക്കെ കൂട്ടി നല്ലൊരു ലെവലിലെത്തി എക്സാമൊക്കെ കോൺഫിഡൻസോടുകൂടി തന്നെ എഴുതുക. അപ്പോൾ ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.